ജോർജിയയിൽ അബോധാവസ്ഥയിലായ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ നാട്ടിലെത്തിക്കാൻ കഴിയാതെ ഒരു കുടുംബം. ആലുവ തായ്ക്കാട്ടുകര എസ്.എൻ. പുരം സ്വദേശികളായ റോയ്, ജിജി ദമ്പതികളാണ് ജോർജിയയിൽ MBBS വിദ്യാർത്ഥിനിയായ മകൾ സോണയെ നാട്ടിലെത്തിക്കാൻ കഴിയാതെ വലയുന്നത്. 5 ദിവസം മുമ്പാണ് ജോർജിയയിൽ MBBSന് പഠിക്കുന്ന 23-കാരിയായ മകൾ കോമയിലാണെന്നും വെന്റിലേറ്ററിലാണെന്നുമുള്ള വിവരം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളാണ് രോഗവിവരം വീട്ടിലറിയിച്ചത്. വെന്റിലേറ്ററിലായ മകളെ കാണാൻ പോലും ആകുന്നില്ലെന്നും എന്ത് ചെയ്യണമെന്നറിയില്ലെന്നുമുള്ള നിസ്സഹായ അവസ്ഥയിലാണ് മാതാപിതാക്കൾ. ഞങ്ങളുടെ ആവശ്യം കൊച്ച് നാട്ടിലെത്തണം, എത്രയും പെട്ടെന്ന് കൊച്ച് നാട്ടിലെത്തിക്കണം. അവിടെ ICUവിൽ വെന്റിലേറ്ററിൽ കിടന്നിട്ട് കാര്യമില്ലല്ലോ. 5 ദിവസമായി ആ കൊച്ച് അവിടെ വെന്റിലേറ്ററിൽ കിടക്കണം. അവിടെ കിടന്നിട്ട് അവരെന്താ ചെയ്യണേന്ന് നമുക്കറിയാൻ പറ്റണില്ല. ആരും കയറ്റണമില്ല. കാലത്ത് കയറ്റിയാൽ പിന്നെ വൈകുന്നേരം കയറ്റൂല. അങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ പിള്ളേരാണ് ആ കൊച്ചിനെ നോക്കണേ. ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ വിസയില്ല, പാസ്പോർട്ട് ഉണ്ട്. അപ്പൊ വിസ എടുക്കാൻ നോക്കണുണ്ട്. സാമ്പത്തികമായി ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് സർക്കാർ തന്നെ എന്തെങ്കിലും ചെയ്ത് ഇടപെട്ട് കൊണ്ടുവരണം, എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് എത്തിക്കണം. അല്ലെങ്കിൽ ആ കൊച്ച് ജീവൻ പോവും. അത് ഇവിടെ നാട്ടിലെത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയും. വായ്പയെടുത്താണ് പഠനത്തിനായി സോണ വിദേശത്തേക്ക് പോയത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ എങ്ങനെ സോണയെ നാട്ടിലെത്തിക്കണമെന്നറിയാതെ കുഴയുകയാണ് മാതാപിതാക്കൾ. വിസ ലഭിക്കാൻ എംബസിയിലും വിദേശകാര്യ മന്ത്രാലയത്തിലും സമീപിച്ച് കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ജനം, കൊച്ചി.